എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. നന്ദിയുണ്ട്, അഭിമാനമുണ്ട്. ഇത് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒരു മഹാസംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും മഹാത്മാവായ അയ്യങ്കാളിയും പണ്ഡിറ്റ് കറുപ്പനും മന്നത്ത് പത്മനാഭനും ടി കെ മാധവനും അങ്ങനെ ഈ കേരളത്തിൽ സാമൂഹ്യ പരിഷ്കരണത്തിനും ഹൈന്ദവ നവോത്ഥാനത്തിനും വേണ്ടി ഒട്ടേറെ നിരന്തരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള മഹാത്മാക്കളുടെ സ്വപ്നം പൂവണിയുന്നത് കാണാൻ എനിക്കും നിങ്ങൾക്കും ഈ സായം സന്ധ്യാവേളയിൽ സാധിച്ചു എന്ന് പറയുന്നത് ഇതിൽപ്പൊരു മഹാഭാഗ്യം എന്തുണ്ട് ഈ ആയുസ്സിൽ? എത്രയെത്ര പടവുകൾ കടന്നാണ് ഈ ഹിന്ദു സമൂഹം 2014 എത്തിയിരിക്കുന്നത്. ത്യാഗോജ്വലമായൊരു ചരിത്രമുണ്ട്. അവർ രക്തത്തുള്ളികൾ ഈ മണ്ണിൽ ഇറ്റിറ്റ് വീണിട്ടുണ്ട്. നിരവധി സഹോദരങ്ങൾക്ക് ജീവൻ വെടിയേണ്ടി വന്നിട്ടുണ്ട്. അവരൊക്കെ നെഞ്ചിലേറ്റിയ ഒരു മന്ത്രമുണ്ട്, ഹിന്ദു ഐക്യം. അത് സാധ്യതമാകുന്നത് കാണാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഭാഗ്യമുണ്ട്. നമ്മെ നയിക്കാൻ ധർമ്മഗുരുക്കന്മാരുണ്ട്. നാം അനാഥരൊന്നുമില്ല. ആർക്കും കയറി നിരങ്ങാൻ കഴിയുന്ന പുറമ്പോക്ക് ഭൂമിയൊന്നുമല്ല ഹിന്ദുക്കൾ. ഇവിടെ അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിക്കാൻ, ഇവിടെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും അനുഭവിക്കാൻ ഹിന്ദുക്കൾക്കും അവർക്ക് ഭരണഘടനാദത്തമായ അവകാശമുണ്ട്. അതാരുടെ ഔദാര്യമൊന്നുമല്ല, സൗജന്യമല്ല. ഈ മണ്ണിൽ പിറന്നവരാണ് ഹിന്ദുക്കൾ. ഈ മണ്ണിൻ്റെ വെള്ളവും വായുവും ഈ നാടിൻ്റെ സ്വരവും സംഗീതവും ഒക്കെയായി മാറിയിരിക്കുന്ന ജീവിതം നാടിനു വേണ്ടി സമർപ്പിച്ചവരാണ്. അങ്ങനെയുള്ളൊരു ഹിന്ദു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാത്മാക്കൾ ധാരാളമുണ്ട്. ഈ 2014 ധർമ്മ രക്ഷാ സംഗമം നടക്കുന്ന ഈ എറണാകുളത്ത് 1982 ഒരു വിശാല ഹിന്ദു സമ്മേളനം നടന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഈ ഹിന്ദു സഹോദരങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടി എത്രയെത്ര സംരംഭങ്ങൾ നടന്നിട്ടുണ്ട്. മഹാനായ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 1915 കാലത്ത് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷൻ മൈതാനത്ത് ആയിരക്കണക്കിന് ഹിന്ദുക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് അന്ന് ഹൈന്ദവ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീഷണികൾക്കും വെല്ലുവിളികൾക്കുമെതിരെ ഒറ്റ ശബ്ദം ഉയർത്തി. അന്ന് NSSൻ്റെ സമാരാധ്യനായ പ്രസിഡന്റ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയായിരുന്നു അധ്യക്ഷൻ. രാമൻ തമ്പിയെപ്പോലെയുള്ള മഹാത്മാക്കൾ അതിൽ പ്രസംഗിച്ചു. സ്വാഗതം ആശംസിച്ചുകൊണ്ട് അവശജനോദ്ധാരകനായ മഹാത്മാ അയ്യങ്കാളി പറഞ്ഞത്, ഹിന്ദു ഐക്യം ഞാൻ സ്വപ്നം കാണുന്നു എന്നാണ്. അതിനുശേഷം 1924 വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് വൈക്കത്ത് വെച്ച് വിശാലമായൊരു ഹൈന്ദവ സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൻ്റെ സംഘാടകർ കേളപ്പജി, അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, ടി കെ മാധവൻ. ഈ കേരളത്തിലെ ഗ്രാമാന്തരങ്ങൾ തോറും സഞ്ചരിച്ച് ജനങ്ങളെ, ഹിന്ദുക്കളെ സംഘടിപ്പിച്ച് ഹിന്ദു പ്രതിനിധികൾ വൈക്കത്ത് ഇതുപോലെ വിശാലമായൊരു സമ്മേളനം നടന്നിട്ടുണ്ട്. ആ മഹാത്മാക്കൾക്കും ഉണ്ടായിരുന്ന ഒരു സ്വപ്നം, ഹിന്ദുക്കൾ സംഘടിക്കണം. അങ്ങനെ ഹിന്ദു സമൂഹം നിരവധി പടവുകൾ കടന്ന് എത്രയോ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും കടന്ന് അതിനെയെല്ലാം തരണം ചെയ്ത് ഒരു ചെറിയ അരുവിയായി, അത് പിന്നീട് ഒരു പുഴയായി, പിന്നീട് ഒരു നദിയായി, ഇന്ന് അതൊരു മഹാസാഗരമായി മാറിയിരിക്കുന്നു എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഈ നിലയിലെത്തിയത് ആരുടെയും സഹായം കൊണ്ടല്ല, ഗവൺമെൻറ് സഹായം കൊണ്ടല്ല, പണം കൊണ്ടല്ല, അധികാരം കൊണ്ടല്ല, ഇതൊന്നും ഉപയോഗിച്ചുകൊണ്ടല്ല ഹിന്ദു വളർന്നിരിക്കുന്നത്. അവരുടെ കഠിനാധ്വാനത്തിലൂടെയാണ്. ചോര നീരാക്കി, പട്ടിണി കിടന്ന്, കഷ്ടപ്പെട്ട് ഈ ഒരു സങ്കല്പം നെഞ്ചിലേറ്റി
അതിനുവേണ്ടി നിരന്തരമായ പോരാട്ടങ്ങൾ നടത്തി വീരബലിദാനികളായി തീരേണ്ടി വന്നവർ, അങ്ങനെ എത്രയോ സംഭവങ്ങളിലൂടെ പിന്നിട്ടാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അഭിമാനകരമായൊരു മുഹൂർത്തം എന്നാണ് ഞാനിതിനെ വിശേഷിപ്പിക്കാൻ കഴിയുക. കാരണം ഇന്ന് ഇവിടെ ഉപവിഷ്ടരായ സന്യാസി ശ്രേഷ്ഠന്മാർ എത്രയോ വ്യത്യസ്തമായ പരമ്പരകളിലും സമ്പ്രദായങ്ങളിലും പെട്ടവരാണ്. ദ്വൈത പരമ്പരയുണ്ട്, അദ്വൈതവാദികളുണ്ട്, ശൈവരും ശാക്തേയരും വൈഷ്ണവരുമുണ്ട്. അവരിൽ ഭിന്നം ചിന്താഗതിക്കാരുണ്ട്. പൂജയിൽ വിശ്വസിക്കുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ക്ഷേത്രവിശ്വാസികളുണ്ട്, അല്ലാത്തവരുണ്ട്. പക്ഷേ അവർ പറയുന്നു, ഞങ്ങൾ പലതാണ്, പല സമ്പ്രദായങ്ങളാണ്, പക്ഷേ ഞങ്ങൾ ഒന്നാണ്. ഇവിടെ ജാതീയ സംഘടനകൾ ഇവിടെ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടതാണ്. സാമുദായിക സംഘടനകളിൽ വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായ സ്വഭാവവിശേഷങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരേ സംഘടനയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് പിളർന്നുപോയി അങ്ങനെ വ്യത്യസ്ത സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ശരിയാണ്. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഞങ്ങളിൽ ശത്രുതയില്ല, ഞങ്ങൾ ഒന്നാണ്, ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്ന് പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിയുന്നു എന്ന് പറയുന്നത് കാലം സമ്മാനിച്ച ഏറ്റവും വലിയ ചൈതന്യവത്തായ ഒരു വലിയ സംഭാവനയാണ്. അതൊരിക്കലും ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും ആർക്കും മറയ്ക്കാൻ സാധ്യമല്ല. ഇന്നലെ ഇവിടെ പതാക ഉയർത്തിയത് ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ മഠാധിപതി പൂജനീയ ശ്രീമസ്വാമി ശിവസ്വരൂപാനന്ദജി മഹാരാജാണ്. അദ്ദേഹമാണ് ഈ പതാക ഉയർത്തിയത്. അതിനുശേഷം ഇവിടെ ഭഗവതി സേവ നടന്നു. ഇന്ന് രാവിലെ ഗണപതി ഹോമം നടന്നു, മഹാഗണപതി ഹോമം. ഇതിനൊക്കെ കാർമ്മികത്വം വഹിച്ചവരാരാണ്? ശബരിമല മേൽശാന്തി, ഗുരുവായൂർ മുൻ മേൽശാന്തി. അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ തന്ത്രശാസ്ത്ര പണ്ഡിതനായ ആയിരുന്ന ജ്യോത്സ്യ രംഗത്ത് ഈ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിൽ പോയി ദേവപ്രശ്നങ്ങൾ നടത്തിയിട്ടുള്ള പ്രശസ്തനായ പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ മകൻ പറവൂർ രാകേഷ് തന്ത്രികൾ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിട്ടുള്ള നിരവധി ക്ഷേത്രങ്ങളുടെ തന്ത്രിമുഖ്യനാണ്. അദ്ദേഹത്തോടൊപ്പം ശബരിമല ക്ഷേത്രത്തിലെ മേൽശാന്തി, ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി, അതുപോലെ തന്നെ സൂര്യനാരടി ഭട്ടതിരിപ്പാട്, എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ആ ഭഗവതി സേവ നടത്തി. അതുപോലെ ലളിതാ സഹസ്ര മന്ത്രം ജപിച്ചുകൊണ്ട് അർച്ചന നടത്തുന്നു. ആർക്കു വേണ്ടി? അവർ ആ ഗണപതി ഹോമം നടത്തിക്കൊണ്ട് ഹോമകുണ്ഡത്തിലേക്ക്, ആ അഗ്നിയിലേക്ക് ഹവിസർപ്പിച്ചു. ആർക്കു വേണ്ടി? ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയാണ്. അവരൊരുമിക്കാനാണ്, ഈ ധർമ്മത്തിന് വേണ്ടിയാണ്, ഈ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും പൈതൃകത്തിനും വേണ്ടിയാണ്. ആ മഹാത്മാക്കൾ എല്ലാ ഭേദചിന്തകളും മറന്നുകൊണ്ടല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊരു ചരിത്ര സംഭവമാണ്. എല്ലാ ഭേദചിന്തകളും മറന്നുകൊണ്ട് പൗരോഹിത്യ മേഖലയിൽ പോലും അബ്രാഹ്മണനെന്നോ ബ്രാഹ്മണനെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ അവരൊരു ഹോമകുണ്ഡത്തിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് ഗണപതി ഹോമം നടത്താൻ, ഭഗവതി സേവ നടത്താൻ ഒക്കെ തയ്യാറായി എങ്കിൽ ഇതാ കാലം പരുവപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി കഴിഞ്ഞു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പലതും പറയും, ഹിന്ദുക്കൾ സംഘടിക്കുന്നു എന്ന് പറയുമ്പോൾ വർഗീയവാദികളുടേതാണ്, സവർണ മേധാവിത്വത്തിൻ്റെതാണെന്നൊക്കെ പറഞ്ഞ് പുലഭ്യം പറയുന്നവരുണ്ട്, അസഭ്യം പറയുന്നവരുണ്ട്. അവർക്കൊക്കെ നമ്മളൊന്നും മറുപടി പറയേണ്ടല്ല, ജീവിച്ച് കാണിച്ചു കൊടുത്ത് ഇതാണ് മറുപടി, ഇതൊക്കെ തന്നെയാണ് മറുപടി. ഇവിടെ എല്ലാ ഹിന്ദു സംഘടനാ നേതാക്കന്മാരും ഉപവിഷ്ടരായില്ലേ? എല്ലാവരും. 1982 വിശാല ഹിന്ദു സമ്മേളനത്തിൽ പങ്കെടുത്ത സന്യാസിശ്രേഷ്ഠന്മാരും ആധ്യാത്മിക ആചാര്യന്മാരും ധർമ്മഗുരുക്കന്മാരും സാമുദായിക സംഘടനാ നേതാക്കന്മാരും ഹൈന്ദവ നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ സന്യാസി ശ്രേഷ്ഠന്മാർ, വ്യത്യസ്ത പരമ്പരകളിൽപ്പെട്ടവർ ഇതിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ സാമുദായിക സംഘടനാ നേതാക്കന്മാർ പങ്കെടുത്തു. ഇവിടെ പ്രസംഗിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ മറ്റ് ചില തിരക്കുകളും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകേണ്ടി വന്ന സമുദായ സംഘടനാ നേതാക്കന്മാരുണ്ട്. ഏതാണ്ട് 36 പരം നേതാക്കന്മാർ സംസാരിക്കാൻ സാധിക്കാതെ പോയി. ഞാൻ നന്ദി പറയുന്നതോടൊപ്പം തന്നെ അവരോട് ക്ഷമ ചോദിക്കുകയാണ്.
കാരണം അവർക്കൊക്കെ തിരക്കിട്ട് ദൂരസ്ഥലങ്ങളിൽ പോകേണ്ടി വന്നതുകൊണ്ടാണ്. അവർക്കൊന്നും പ്രസംഗിച്ചിട്ടില്ലെങ്കിൽ പോലും അതൊരു പരാതിയില്ല അവർക്ക്. കാരണം പറയേണ്ടതെല്ലാം ഒരേ കാര്യമാണ് ചെയ്യേണ്ടതും ഒരേ കാര്യത്തിന് വേണ്ടിയാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതെന്നും ഒക്കെ വിശ്വാസമുള്ളവരാണ്. നമ്മളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ശരിയാണ്. പക്ഷേ നമുക്കൊരു ഭഗവത്ഗീതയേ ഉള്ളൂ, നമുക്കൊരു ഗുരുവായൂരപ്പനേ ഉള്ളൂ, നമുക്കൊരു ശബരിമല ശ്രീധർമ്മശാസ്താവേ ഉള്ളൂ. എല്ലാവരും വിളിക്കുന്ന ശരണം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് തന്നെയാണ്. നമുക്കൊന്നേ ഉള്ളൂ. നമ്മളുടെ ധർമ്മം ഒന്നാണ്, നമ്മുടെ സംസ്കാരം ഒന്നാണ്, നമ്മുടെ പാരമ്പര്യം ഒന്നാണ്, നമ്മുടെ പൈതൃകം ഒന്നാണ്, നമ്മൾ ഒന്നാണ്. ഇത് പറയാനും പ്രഖ്യാപിക്കാനും കിട്ടിയിരിക്കുന്നൊരവസരമാണ്. ഏതായിരുന്നാലും വ്യത്യസ്തമായ പടവുകൾ കടന്ന് പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഇന്ന് നമ്മളിവിടെ എത്തി. ആർക്കും കയറി എന്തും ചെയ്യാൻ പറ്റില്ല. ഹിന്ദുക്കൾക്ക് ഹിന്ദു വിരുദ്ധരോട് പറയാൻ അതേയുള്ളൂ. ഗുരുവായൂരമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുമ്പിൽ കിടന്ന് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗവും ആ ക്ഷേത്രത്തിൻ്റെ മാനേജരും തമ്മിൽ തല്ലുകയും പുലഭ്യം പറയുകയും ചെയ്യുമ്പോൾ ഈ കേരളത്തിലെ ഹൈന്ദവ സഹോദരങ്ങൾ വേദനിക്കുന്നു. അവർ അസ്വസ്ഥരാണ്. അവരാരോടിത് പറയും? ഇവിടുത്തെ ഗവൺമെൻറ്റിൽ അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അവർക്കെതിരെ എന്തുകൊണ്ട് ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുന്നില്ല? പക്ഷെ ഒരു കാര്യം, ക്ഷേത്രത്തിൽ അപമതിക്കുന്ന വിധത്തിൽ പെരുമാറുന്നവർ, അവർക്കതിന് ധൈര്യം കൊടുക്കുന്നത് ഈ നാടിൻ്റെ സാമൂഹ്യ വ്യവസ്ഥിതി കൊണ്ടാണ്. ക്ഷേത്രങ്ങൾ ഇന്ന് സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ ക്രൈസ്തവ ദേവാലയം, മുസ്ലിം ദേവാലയം ഒക്കെ അവർ ഭരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് തെറ്റ് ചെയ്തു? ഹിന്ദുക്കളിൽ പല ജാതികളുണ്ട്, പല വ്യത്യസ്ത വിഭാഗക്കാരുണ്ടെന്നുള്ളത് ശരിയാണ്. ചരിത്രപരമായ കാരണങ്ങളാൽ അതൊക്കെ സംഭവിച്ചു പോയതാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നത് ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളൊന്നും പൂട്ടിയിട്ടില്ല. ഹിന്ദുക്കളുടെ ജാതി അവാന്തര വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതിൻ്റെ പേരിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളൊന്നും പൂട്ടിയിട്ടില്ല. 38 ക്രൈസ്തവ ദേവാലയങ്ങൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. ചില പള്ളികൾ തുറന്നാൽ ശവശരീരങ്ങൾ വീഴും. ഹിന്ദുക്കളിൽ നന്മകൾ ധാരാളമുണ്ട്. അവർ എന്നുമെന്നും ഇങ്ങനെ കൊള്ളുന്തോറും തൊഴുകയും തൊഴുന്തോറും തൊഴികൊള്ളുകയും ചെയ്യുന്നവരാണെന്ന് ധരിക്കുന്നവർക്ക് തെറ്റുപറ്റി. അവർ കണ്ടോളൂ, ഈ ധർമ്മരക്ഷാ സംഗമം അവരും പടപൊരുതാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ കേരളത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതാൻ ഹിന്ദുക്കൾക്ക് കഴിയും. അവരിൽ അനന്തമായി കുടികൊള്ളുന്ന ശക്തിവിശേഷമുണ്ട്. മാതാ അമൃതാനന്ദമയി ദേവിയെ പുലഭ്യം പറയുന്നവർ പല പല കാരണങ്ങളാൽ പലതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എപ്പോഴും പുലഭ്യം പറയുന്നവർ മനസ്സിലാക്കണം, തങ്ങൾ പറയുന്നതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ വക അപവാദ പ്രചരണങ്ങളിലേക്ക് കടക്കുന്നതെങ്കിലും അവർ മനസ്സിലാക്കണം, ക്ഷമയ്ക്കും അതിനുണ്ട്. എല്ലാ സന്യാസിശ്രേഷ്ഠന്മാരുടെയും മഠങ്ങളുടെയും നേരെ ഇങ്ങനെ അപവാദ പ്രചരണങ്ങൾ നടത്താൻ തങ്ങൾക്ക് കഴിയുമെന്നും അതൊക്കെയാണ് ഇവിടുത്തെ ഹോട്ട് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചുകൊണ്ട് അതൊക്കെ പുറത്ത് ഇറക്കി ഇതിനെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു കച്ചവടമാക്കി വാണിജ്യ താല്പര്യമുള്ള ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റുന്നവർ, അവർ ഹിന്ദുക്കളോട് വാസ്തവത്തിൽ പരസ്യമായി മാപ്പ് പറയുന്നൊരു കാലം വരും. ഈ ചെയ്ത തെറ്റുകൾക്ക് മുഴുവൻ ഹിന്ദുക്കളോട് മാപ്പ് പറയേണ്ടി വരും. ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഹിന്ദുക്കൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളും അവർ മാപ്പ് പറയേണ്ടി വരും. ഗവൺമെൻറ്റും ഇതിൻ്റെ ഉത്തരവാദികളാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പൂജ നടത്താൻ വേണ്ടി പോയ അവിടുത്തെ പൂജാരികൾ നമ്പിമാരെ പടിഞ്ഞാറേ നടയിലിട്ട് തടഞ്ഞു നിർത്തി അവിടുത്തെ കുളത്തിൽ കുളിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ വേണ്ടി ആ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ദേഹത്തൊക്കെ ഭസ്മം പൂശി പൂജ ചെയ്യാൻ റെഡിയായി പോയിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ പൂജാരിമാരെ തടഞ്ഞു നിർത്തി അവരുടെ ദേഹത്ത് പിടിച്ചും അവരെ മർദ്ദിച്ചും അവരോട് പക തീർക്കുന്നവരുണ്ട്. ഇത് പകയാണ്. ഈ വിദ്വേഷവും വെറുപ്പും പകയും മാത്സര്യവും കാലുഷ്യവും എതിർപ്പും ഈ അക്രമവും ഹിന്ദുക്കൾ സഹിക്കില്ല, ക്ഷമിക്കില്ല, പൊറുക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അവശേഷിക്കുന്നത്
സ്വന്തം കാലിൽ നിന്നുകൊണ്ട് സംഘടിച്ചൊറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ചൊന്നായി നിന്ന് അവരുടെ ശക്തി തെളിയിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനുവേണ്ടി ആണ് വാസ്തവത്തിൽ നമ്മളിത് സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളോളമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാക്കണം എന്നുള്ള തീവ്രമായ അഭിലാഷത്തോടു കൂടി, ആഗ്രഹത്തോടു കൂടി, അടങ്ങാത്ത ഒടുങ്ങാത്ത ആഗ്രഹവുമായി തിങ്ങിക്കൂടിയ നിങ്ങളോട് നന്ദി എങ്ങനെ പറയണം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ഇവിടെ പങ്കെടുക്കാൻ വേണ്ടി, നമ്മെ എല്ലാം അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന വ്യത്യസ്ത രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, വിഭിന്ന സ്വഭാവവിശേഷത്തോടുകൂടി പ്രവർത്തിക്കുന്നവർ, അവരെല്ലാം വളരെ വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച് ഇവിടെ എത്തിയവരാണ്, നമ്മെ അഭിസംബോധന ചെയ്തവരാണ്. നമുക്കൊക്കെ അറിയാം, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സംഘടിപ്പിച്ചതാണ്. ഏറിയാൽ ഒരാഴ്ച, 7 ദിവസം കൊണ്ട് സംഘടിപ്പിച്ചൊരു പരിപാടിയാണ്. ഇനിയും അങ്ങോട്ടേക്ക് നീട്ടിക്കൊണ്ട് പോകാൻ വയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഈ ദിവസം ഇവിടെ 23-ാം തീയതി തന്നെ നമുക്ക് ഈ സമ്മേളനം നടത്തണമെന്ന് തീരുമാനിച്ചത്. ഇത്രയേറെ ജനപിന്തുണ ലഭിക്കും, സഹായം ലഭിക്കും, സഹകരണമുണ്ടാകുമെന്ന് വാസ്തവത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. നമുക്ക് കരുതിയിട്ടില്ല. പ്രതീക്ഷിച്ചിട്ടുണ്ടോ? പ്രതീക്ഷിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ അതുണ്ടാകുമോ എന്ന് നമുക്ക് സംശയമുണ്ടായി. പക്ഷേ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുണ്ടായ പ്രതികരണം, ഹിന്ദുക്കളുടെ അവാന്തര വിഭാഗങ്ങളിൽ നിന്ന്, എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുണ്ടായ പ്രതികരണം ആശാവഹമായിരുന്നു. അങ്ങേയറ്റം പ്രോത്സാഹനവും ആശയും ആവേശവും പകരുന്നതായിരുന്നു. ഇനിയും നമുക്ക് ബഹുദൂരം സഞ്ചരിക്കാനുണ്ട്. ഈ ധർമ്മരക്ഷാ സംഗമം അവസാനത്തേതല്ല, അവസാനിപ്പിക്കാനുള്ളതല്ല. നമ്മൾ തുടങ്ങുന്നതേയുള്ളൂ. നമുക്ക് തുടങ്ങാം. നമ്മൾ ഈ കാണിച്ച ഐക്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, സമന്വയത്തിൻ്റെ, സന്മനോഭാവത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ ആ നല്ല നല്ല പാഠങ്ങൾ നമുക്കൊരു കരുത്താവട്ടെ. മുന്നോട്ടേക്ക് പ്രവർത്തിക്കാനുള്ള ആശ പകരുന്ന, ഒരു ഉൾക്കരുത്ത് പകരുന്ന ഒന്നായി തീരട്ടെ. നമ്മുടെ ധർമ്മഗുരുക്കന്മാരും മഹാത്മാക്കളും ആധ്യാത്മിക ആചാര്യന്മാരും, നമ്മുടെ സന്യാസശ്രേഷ്ഠന്മാരും മഹാമണ്ഡലേശ്വരന്മാരും മഠാധിപതികളും എല്ലാവരും നമുക്ക് വെളിച്ചം പകരാനുണ്ട്. വ്യാസനും വസിഷ്ഠനും വാത്മീകിയും തുടങ്ങി ആ ഒരു വലിയ ധർമ്മഗുരുക്കന്മാരുടെ പരമ്പര നമുക്കുണ്ട്. അവരാണ് നമ്മുടെ സംസ്കാരത്തെയും ധർമ്മത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചവർ. അവരാണ് നമ്മെ നേർവഴിക്ക് നയിച്ചവർ. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും പൈതൃകവും ഒന്നും ഇന്നും നശിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഈ മഹാതപസ്വികളുടെ നിരന്തരമായ പ്രയത്നവും കഠിനാധ്വാനവും കൊണ്ടാണ്. അവരൊന്നും എടുത്തവരല്ല, എല്ലാം കൊടുത്തവരാണ്. അവരൊന്നും സ്വന്തമായി ഉണ്ടാക്കാൻ സ്വാർത്ഥപ്രേരിതമായി ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ള മഹാത്മാക്കൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണല്ലോ എല്ലാ സന്യാസശ്രേഷ്ഠന്മാരും ഇവിടെ ക്ഷണിച്ചവരെല്ലാം. ജഗ്ഗി വാസുദേവനെ പോലെ, ശ്രീ രവിശങ്കറെ പോലെ, കാഞ്ചി മഠാധിപതി ശങ്കരാചാര്യ ജയേന്ദ്ര സരസ്വതി സ്വാമികളെപ്പോലെ, ബാബ രാംദേവിനെ പോലെ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന എല്ലാ ധർമ്മഗുരുക്കന്മാരും സന്യാസ ശ്രേഷ്ഠന്മാരും എന്തുകൊണ്ട് ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലാണെങ്കിൽ പോലും അവരുടെ ആശീർവാദം, ആശംസ ഒക്കെ നമ്മെ അറിയിച്ചു. വളരെ വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവരെയൊക്കെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടും വരാം എന്ന് ഈ അവസാന നിമിഷം വരെയും തീരുമാനമെടുത്ത് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ഇവിടെ എത്താൻ കഴിയാതെ പോയ 2 പേരുണ്ട്. പൂജ്യ ഋതംബര സ്വാധി ഋതംബര വാസ്തവത്തിൽ ഇവിടെ വന്നിരുന്നുവെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു നേട്ടം തന്നെയാകുമായിരുന്നു. പക്ഷെ അവരുടെ പ്രാർത്ഥനയുണ്ട്. ആശുപത്രിയിൽ ഇപ്പോഴും രോഗാതുരയായി, അനാരോഗ്യം നിമിത്തം അവിടെ നിന്നും പുറപ്പെടാൻ, ചലിക്കാൻ പോലും നിവൃത്തിയില്ലാത്തൊരവസ്ഥയായതുകൊണ്ട് മാത്രമാണ് അശോക് ജിയോട് വളരെ പ്രത്യേകം പറഞ്ഞു വിട്ടിരുന്നു, ഒരു പ്രസംഗമെങ്കിലും റെക്കോർഡ് ചെയ്ത് ഇവിടെ തന്നുവിടണമെന്ന് സ്വാധി ഋതംബരയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അനാരോഗ്യം, ഡോക്ടർമാരുടെ കർശന നിർദ്ദേശം,
അതിനനുവദിച്ചില്ല. അതുപോലെ കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ, പ്രസിഡൻറ്റ്, ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ മാന്യ പരമേശ്വർജി, അദ്ദേഹവും വാസ്തവത്തിൽ ഇങ്ങനൊരു സമ്മേളനം സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രേരണാ സ്രോതസ്സാണ്. യോഗം നടത്തണം എന്ന് ആദ്യമായി പറഞ്ഞ് നമ്മെ പ്രേരിപ്പിച്ചയാളാണ്. പക്ഷെ അദ്ദേഹത്തോടും ഡോക്ടർ പറഞ്ഞു, വിശ്രമിക്കണം, ഈ അനാരോഗ്യം ഇത്രയേറെ ഉള്ളതുകൊണ്ട് സഞ്ചരിക്കാൻ ഒന്നും പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് വളരെ നിസ്സഹായനായി അദ്ദേഹം ഇന്ന് രാവിലെയും വിളിച്ചു. നമ്മൾ പറഞ്ഞു വരണ്ട, കാരണം ഇത് അവസാനത്തെ സമ്മേളനമല്ലല്ലോ. ആ രണ്ട് മഹത് വ്യക്തികൾക്കും ഇങ്ങനെ ഒരു സമ്മേളനത്തിൻ്റെ പ്രേരണ നൽകിയ ആ രണ്ട് മഹാത്മാക്കൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്തത് പൂജനീയ ശ്രീമത് സ്വാമി വിശ്വേശ്വര തീർത്ഥജി, പേജുവാർ മഠാധിപതിയാണ്. അദ്ദേഹത്തിനും അനാരോഗ്യം ഒട്ടേറെ ഉണ്ടെങ്കിൽ പോലും വളരെ പെട്ടെന്ന് ഈ യോഗത്തിലേക്ക് വരാൻ തീരുമാനിച്ചത് 4 or 5 പരിപാടികൾ റദ്ദ് ചെയ്തിട്ടാണ്. അത്രയേറെ ത്യാഗം സഹിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്നു. യോഗാവസാനം വരെ ഇരിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് 6:30 ഫ്ലൈറ്റിന് തന്നെ പോകേണ്ടി വന്നതുകൊണ്ട്, ബോംബെക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് അദ്ദേഹം ഉദ്ഘാടന പ്രഭാഷണത്തിന് ശേഷം തന്നെ ഇവിടെ നിന്നും മടങ്ങിയത്. അദ്ദേഹത്തോട് നമുക്കെല്ലാവർക്കും കടപ്പാടുണ്ട്, നന്ദിയുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാനത് രേഖപ്പെടുത്തുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് പൂജനീയ ശ്രീമത് സ്വാമി പ്രകാശാനന്ദജി മഹാരാജ്, വർക്കല ശിവഗിരി മഠത്തിൻ്റെ മഠാധിപതി. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട നേതൃത്വ ഉപദേശവും നൽകിക്കൊണ്ടിരിക്കുന്ന ആ മഹത് വ്യക്തി. പ്രായാധിക്യം വളരെയേറെ ഉണ്ട്, അതുകൊണ്ട് തന്നെയുള്ള ശാരീരിക ക്ലേശങ്ങൾ ധാരാളം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ഇവിടെ വന്നു, നമ്മയൊക്കെ അനുഗ്രഹിച്ചു. അദ്ദേഹം ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. അദ്ദേഹത്തിന് ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് മുഖ്യപ്രഭാഷണം നടത്തിയ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ മാർഗദർശക് മാന്യ അശോക് ജി സിംഗാൾ, വളരെ ധീരോജ്വലമായ ആവേശകരമായ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമ്മളൊക്കെ ശ്രവിച്ചതാണ്. അദ്ദേഹവും വാസ്തവത്തിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു പരിപാടി പങ്കെടുത്തുകൊണ്ട് നമുക്കൊക്കെ മാർഗദർശനം നൽകി. അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റ് നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങൾ നമ്മെ അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. ഞാൻ അവരുടെ എല്ലാവരുടെയും പേര് വളരെ വൈകിയ വേളയിൽ ദീർഘമായി പറയുന്നില്ല. നമ്മുടെ സമ്മേളനം ആരംഭിച്ചത് തന്നെ കൃഷ്ണചന്ദ്രൻ്റെ പ്രാർത്ഥനാ ദൈവദശക ആലാപനത്തോടു കൂടിയാണ്. പ്രതിജ്ഞ ചൊല്ലിയത് പി ഗോപാലൻകുട്ടി മാസ്റ്ററാണ്. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ദീർഘമായൊരു ആവേശകരമായൊരു പ്രസംഗം നടത്തി നമ്മയൊക്കെ വേണ്ട വിധത്തിൽ പ്രോജ്വലനമായ ഒരു പ്രവർത്തനത്തിന് ആശയും ആവേശവും പകർന്നു തന്നു. അതുപോലെ തന്നെ ചിദാനന്ദപുരി സ്വാമികൾ, കൊളത്തൂർ മഠാധിപതി, ചിന്മയ മിഷൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ സ്വാമി വിവേകാനന്ദജി മഹാരാജ്, സുബോധ് ഫൗണ്ടേഷൻ്റെ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി, മാതാ അമൃതാനന്ദമയി മഠത്തിൽ സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി, ശാന്തിഗിരി ആശ്രമത്തിലെ അതിൻ്റെ ഓർഗനൈസർ സെക്രട്ടറിയായി ഗുരുരത്നം ജ്ഞാന തപസ്സിക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ചിത്തശുദ്ധ ജ്ഞാന തപസ്സി സ്വാമികൾ, വാഴൂർ തീർത്ഥപാദാശ്രമത്തിൻ്റെ മഠാധിപതി സ്വാമി ഗരുഡധ്വജാനന്ദജി തീർത്ഥപാദർ, ശുഭാനന്ദാശ്രമത്തിൻ്റെ ജനറൽ സെക്രട്ടറി പൂജനീയ ശ്രീമത് സ്വാമി ഗോവിന്ദാനന്ദജി മഹാരാജ്, അതുപോലെ വിവിധ സ്വാമിജിമാർ, സന്യാസി ശ്രേഷ്ഠന്മാർ, തമിഴ്നാട്ടിൽ നിന്നെത്തിയ ശിവലിംഗേശ സ്വാമികൾ, ഇവിടെ പ്രഭാഷണം നടത്തിയ മറ്റ് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതാക്കന്മാർ, ധീവരസഭയുടെ ജനറൽ സെക്രട്ടറി ബി ദിനകരൻ, KPMSൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ NK നീലകണ്ഠൻ മാസ്റ്റർ,
വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് TU രാധാകൃഷ്ണൻ, ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് K അരവിന്ദാക്ഷൻ, വാണിജ്യ വൈശ്യ സംഘം നേതാക്കൾ, വീരശൈവ സഭയുടെ ജനറൽ സെക്രട്ടറി KV ശിവൻ, മലയാള ബ്രാഹ്മണ സമാജത്തിൻ്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽകുമാർ, അഖില കേരള വിളക്കിത്തല നായർ സമാജത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് KR സുരേന്ദ്രൻ, അഖില കേരള എഴുത്തച്ഛൻ സമാജത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് KG അരവിന്ദാക്ഷൻ, ഹരിജൻ സമാജത്തിൻ്റെ ആചാര്യ MK കുഞ്ഞോൽ മാഷ്, ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്വാമി അയ്യപ്പദാസ്, അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കല്ലറ പ്രശാന്ത്, ഓൾ ഇന്ത്യ നാടാർ അസോസിയേഷൻ്റെ സംഘടനാ സെക്രട്ടറി പുഞ്ചക്കരി സുരേന്ദ്രൻ, നാഷണൽ ആദിവാസി ഫെഡറേഷൻ്റെ ദേശീയ പ്രസിഡന്റ് PK ഭാസ്കരൻ, അമ്പലവാസി ഐക്യവേദിയുടെ ചെയർമാൻ ബാലകൃഷ്ണ പിഷാരടി, മത്സ്യപ്രവർത്തക സംഘത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി MK പ്രദീപ്, എറണാകുളം നായർ കരയോഗത്തിൻ്റെ സെക്രട്ടറി P രാമചന്ദ്രൻ, സമസ്ത കേരള നായർ സമാജത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ പെരുമറ്റം രാധാകൃഷ്ണൻ, ഓൾ ഇന്ത്യ വെള്ളാട ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വേണു KG പിള്ള, കേരള വിശ്വ ബ്രാഹ്മണ സമൂഹത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി NM സുരേഷ്, ആദിവാസി മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റ് മോഹൻ ത്രിവേണി, ചേരമാർ സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KT ഭാസ്കരൻ, സിദ്ധന സർവീസ് സൊസൈറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി KM ശിവശങ്കരൻ, കേരള പുലിയർ മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MK വാസുദേവൻ, അഖില കേരള ഹിന്ദു സാംബോ മഹാസഭയുടെ ജനറൽ സെക്രട്ടറി KK തങ്കപ്പൻ, വനവാസി വികാസ കേന്ദ്രത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പള്ളിയറ രാമൻ, അഖില കേരള വെളുത്തേടത്ത് നായർ സമാജത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PG ഗോപാലകൃഷ്ണൻ, അഖില കേരള പണ്ഡിത മഹാജന സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് BA ബാലകൃഷ്ണൻ, കുടുംബി ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുധീർ, അഖില കേരള പാണർ സമാജത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോപി, പുഷ്പക സേവാ സംഘത്തിൻ്റെ പ്രസിഡന്റ് പ്രദീപ് ജോയി, എമ്പ്രാന്തിരി സമാജത്തിൻ്റെ സെക്രട്ടറി ശ്രീനാഥ് പുതുമന, വിശ്വകർമ്മ ബ്രാഹ്മണ ധർമ്മ സേവാ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് VN ചന്ദ്രൻ, തണ്ടാർ സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പറവൂർ രഘുനാഥൻ, ഭരതർ മഹാസഭയുടെ പ്രസിഡന്റ് PN രഘുനാഥൻ, ഭാരതീയ വേലൻ സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി പണിക്കർ, SC/ST ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ബാഹുലേയൻ, കേരള ബ്രാഹ്മണ സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS രാമൻ, ഗണക കണിശ സഭയുടെ സംസ്ഥാന സമിതിക്ക് വേണ്ടി മുത്തൂർ ദേവിദാസ് പണിക്കർ തുടങ്ങി ഒട്ടേറെ ഹൈന്ദവ സംഘടനകളുടെ നേതാക്കന്മാർ ഇവിടെ പങ്കെടുക്കുകയുണ്ടായി. പേര് വായിക്കാത്ത പലരും ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനിത് പറയുമ്പോഴും അവർക്കൊക്കെ അറിയാം, ഞാനിത് പറഞ്ഞില്ലെങ്കിൽ പോലും പരാതി അവർക്കും പരിഭവം ഉണ്ടാവില്ല. കാരണം അത്രയേറെ നേതാക്കന്മാർ അല്പസമയം ഇരുന്നിട്ടാണെങ്കിൽ പോയിട്ടുണ്ട്. കേരള ധീവര മഹാസഭയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുഭാഷ്, കേരള ധീവര സഭയുടെ PD സോമകുമാർ, ഹരിജൻ സമാജത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കമലൻ മാസ്റ്റർ, ഗണിത മഹാസഭയുടെ സംസ്ഥാന സെക്രട്ടറി രതീഷ് പണിക്കർ, തെലുങ്ക് ചെട്ടി മഹാസഭയുടെ സെക്രട്ടറി രാമരാജ്, സംവരണ സംരക്ഷണ ഫോറത്തിൻ്റെ നേതാവ് അഡ്വക്കേറ്റ് KA ബാലൻ, ഇതുപോലെ ഒട്ടേറെ മഹാവ്യക്തിത്വങ്ങൾ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരെല്ലാവരെയും നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. അവർ ഇവിടെ ഈ വളരെ ഷോർട്ട് നോട്ടീസ്, വളരെ ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ ഇവിടെ വന്ന് സമയം ചെലവഴിച്ചു. നമ്മോടൊപ്പം എല്ലാം ഉപവിഷ്ടരായി ഈ നാട്ടിലെ ജനസമൂഹത്തെ അഭിസംബോധന ചെയ്യാനും ഈ വേദിയിൽ വന്നിരിക്കാനും മനസ്സ് കാണിച്ച അതിനെല്ലാം അവർ നമുക്ക് വേണ്ട വിധത്തിൽ സഹായ സഹകരണങ്ങൾ നൽകി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച എല്ലാവരോടുമുള്ള കടപ്പാട്, വിധേയത്വം, നർമ്മശിരസ്കനായി നിന്നുകൊണ്ട് അവരെ എല്ലാം ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു.